എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ലെറ്റ്സ് ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്നത്തെ ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം ഡ്യൂട്ടോണമി 28, ആവർത്തന പുസ്തകം 28:1-2 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജനങ്ങൾക്കും മീതെ ഉന്നതമാക്കും. ആദ്യം വാക്ക് കേട്ട് കഴിഞ്ഞാൽ, ദൈവത്തെ അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടന്നാൽ ആദ്യം അവൻ ഈ ഭൂമിയിലെങ്ങും ദൈവം നമ്മളെ ഉയർത്തും, ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജനങ്ങൾക്കും മീതെ ഉന്നതമാക്കും. 2, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും. 28 താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ, വാക്ക് കേട്ടാൽ ആമേൻ, അനുഗ്രഹങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഹല്ലേലൂയ. അതേസമയം ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ശാപങ്ങളും വരും. 28:15 വായിച്ചു നോക്കാം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കാതിരുന്നാൽ ഈ ശാപങ്ങളെല്ലാം നിനക്ക് ഭവിക്കും. പുതിയ നിയമത്തിൻ്റെ ആമേൻ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. പുതിയ നിയമത്തിൻ്റെ നിയമം ലോ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നിയമത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് നടക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അത് ആമേൻ, അനുസരിക്കാത്തവരിൽ ശാപങ്ങളുണ്ടാവും. അതാണ് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ അനുസരിക്കുന്നവരായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവം നടത്തുമാറാകുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.